ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വിക്ടോറിയ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം. ഈ വിക്ടോറിയ മാർക്കറ്റ് കണ്ടിട്ട് ഓക്കെ, അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ആസ് യൂഷ്വൽ ഞങ്ങൾ ട്രാം കയറിയിട്ട് തന്നെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൻ്റെ ഭാഗമായപ്പോൾ ഈ സ്റ്റോപ്പിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ മമ്മിയോട് പറയുമായിരുന്നു. ഈ വട്ടം പിന്നെ ഞങ്ങൾക്ക് 2 ട്രാം കയറേണ്ടതുണ്ടായിരുന്നു. കാരണം ആദ്യം ഒരു ട്രാം ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചൊന്ന് തിരിഞ്ഞ് വേറൊരു ഡയറക്ഷനാണ് ഈ ക്വീൻ വിക്ടോറിയ മാർക്കറ്റ് ഉള്ളത്. ഞങ്ങളങ്ങനെ ക്വീൻ വിക്ടോറിയ മാർക്കറ്റിലെത്തി. ക്വീൻ വിക്ടോറിയ മാർക്കറ്റിൽ കുറേ സ്റ്റോൾസ് ഉണ്ട്. ഈ ജ്വല്ലറി റിലേറ്റഡ് സ്റ്റോൾസ്, പിന്നെ കുറേ തുണികളുടെ, പിന്നെ ഇങ്ങനെ കുറേ സോവനിയർ ഷോപ്പുകളുണ്ട്. അതപ്പോൾ ഞാനിങ്ങനെ മാഗ്നറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോയേക്കുമായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ. പിന്നെ ആണെങ്കിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇങ്ങനെ വുഡൻ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റോൾസ്, പെയിന്റിങ്സ് എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് വിക്ടോറിയ മാർക്കറ്റ്? ഇഷ്ടപ്പെട്ടോ? കുറെ വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്, മാഗ്നറ്റുകള്, പിന്നെ എന്തൊക്കെയാ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. അതന്നെ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാല്ലേ. നമ്മള് സത്യം പറഞ്ഞ ഇതിന്റെ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ, ഇനിയുണ്ട് കുറേ. പിന്നെ ഇങ്ങനെ കുറെ ടോയ്സിന്റെ ഒക്കെ ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് ബർഗർ അല്ലാട്ടാ. മമ്മി ഡോഗിന്റെ ടോയ് ഒക്കെ കണ്ടിട്ട് പറയായിരുന്നു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ലേ എന്നൊക്കെ. ഏസ്തെറ്റിക് ആയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ സെർവിങ് ബോർഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ കുറേ ഫുഡിൻ്റെ സ്റ്റോൾസും, പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതിൻ്റെയൊക്കെ കുറേ ഇങ്ങനെ സ്റ്റോൾസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പം ഞാൻ വീട്ടിലോട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചായിരുന്നു. എപ്പോഴും മാർക്കറ്റിലോട്ട് വരുമ്പോൾ കുറച്ച് ഏർലി വരുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എല്ലാം സ്ലോ ആയിട്ട് കണ്ട് ഇങ്ങനെ വന്ന് എല്ലാം ഷോപ്പ് ചെയ്ത് പോകാനുള്ളൊരു നേരം കിട്ടും. കാരണം ഇത് അത്ര വൈകി വരെ ഉണ്ടാവില്ല ഈ സ്റ്റോൾസ് ഒന്നും. പിന്നെ ആണെങ്കിൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നി വെക്കുന്നത് അടയ്ക്കണ ടൈമിലൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ചും കൂടി വില കുറഞ്ഞ് അവർ കൊടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ നമ്മുടെ നോർമൽ ഷോപ്പും ഇവിടെയും തമ്മിൽ അത്ര വില വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയ വില വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ഇങ്ങനെ ലാഭത്തിന് കിട്ടുന്നുള്ളൂ. ഞങ്ങൾ ക്രിസ്മസ് ടൈമിലായിരുന്നു മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ റെയിൻഡിയറിൻ്റെ ഇങ്ങനെ ഒരു സാധനമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ തന്നെ ഇങ്ങനെ മീറ്റും സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കാംഗ്രൂ മീറ്റൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ മമ്മിയോട് ഇങ്ങനെ പറയുമായിരുന്നു. ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ടയേർഡായപ്പോൾ ഒരു കരിക്കൊക്കെ കുടിച്ച് ഇങ്ങനെ നടന്ന്. അപ്പോൾ അവിടെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസിൻ്റെ ഒരു ഷോപ്പൊക്കെ കണ്ടു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കയറി കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ക്രിസ്മസ് ടൈമിന് മുമ്പായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നല്ല ഉച്ച നേരമായതുകൊണ്ട് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ മാക്കസ് പോയൊരു ബർഗറൊക്കെ ഓർഡർ ചെയ്ത് ഞാനും മമ്മിയും നഗറ്റ്സും ബർഗറും ഒക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വയ്യാണ്ടായ ഒരു ഇതായി. അത് കഴിഞ്ഞ് കുറച്ച് എനർജിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ബർവുഡ് വണ്ണിലും കൂടി പോവാന്ന് വിചാരിച്ചു. മമ്മിക്ക് ഇഷ്ടപ്പെട്ട ബർവുഡ് വൺ ആദ്യമായിട്ടല്ലേ ബർവുഡ് വണ്ണിൽ വരുന്നത്. ഇവിടെയാണ് ഞാൻ സ്ഥിരം ഓരോ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സ്ഥലം. അതെ, മന്ത്ലി ഷോപ്പിംഗ് പ്ലേസ് ആണ്. കെ-മാർട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ? രസമല്ലേ? അതെ, ഇവിടെ ബർവുഡ് വണ്ണില് ലൈക്ക് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കെ-മാർട്ടാണ്. കോൾസും അതെ ഭയങ്കര വലുതാണ് ഇവിടുത്തെ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കോൾസും കെ-മാർട്ടിലും പോയി കഴിഞ്ഞാൽ ലൈക്ക് അത്ര ഇഷ്ടമില്ല. ഇതാണ് നമ്മുടെ കോൾസ്. മമ്മി കണ്ടാ? ഞാൻ എപ്പോഴും സാധനങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടില്ലേ മമ്മി? ഈ സ്ഥലം കൊറേ വലുതല്ലേ? നമ്മൾ ഇന്നലെ പോയ കോൾസിനേക്കാളും അല്ല, അതങ്ങനെ തന്നെയാ. അത് ഓരോ പഴം തിരിച്ചറിയാൻ വേണ്ടിട്ട് അവരെങ്ങനെ ചെയ്യണതാ. അല്ല മമ്മി, ഈ കോൾസാണ് ഇന്നലെ പോയ കോൾസാണോ വലുത്? ഡൗട്ട് ഉണ്ട് എത്രമാത്രം. അങ്ങോട്ട് നോക്ക്. പക്ഷെ ഇതും സെയിം തന്നെ. അത് വേറെ പൊട്ടേറ്റോ, റെഡ്
റെഡ് റോയൽ പൊട്ടാറ്റോസ് അതിന്റെ പേര്. ഓക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലൊക്കെ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ സെൻറ്റ് കിൽഡ ബീച്ചിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുട്ടേജും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ സെൻറ്റ് കിൽഡ ബീച്ചിലോട്ടാണ് പോകുന്നത്. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഞങ്ങളപ്പോൾ സൺസെറ്റ് കാണാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ മുമ്പ് ഒരു വട്ടം മാത്രമേ സെൻറ്റ് കിൽഡ ബീച്ചിൽ പോയിട്ടുള്ളൂ. എനിക്ക് അന്ന് പോയപ്പോഴേ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ഒരു സിറ്റി വ്യൂ ഒക്കെ ഉണ്ട്. നല്ല രസമാണ് അത് കാണാൻ ഈവനിങ് ടൈമിൽ. ഇപ്പോൾ ഇവിടെ വിക്ടോറിയയിൽ പുതിയ മെട്രോ ടണൽ ഓപ്പൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീക്കെൻഡ്സിലും, അതായത് ഈ ഡിസംബർ ആൻഡ് ജാനിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ടാക്കോസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മമ്മി ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ഞാനും മമ്മിയും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ഒരു ഫിഷിൻ്റെ ടാക്കോസ് ആയിരുന്നു. നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മമ്മിക്കും നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു എന്നാണ് മമ്മി പറഞ്ഞത്. നന്നായി തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല കാറ്റായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചെറിയ കാറ്റുണ്ടായിരുന്നു. പക്ഷേ ബീച്ചിൻ്റെ അവിടെ എത്തുമ്പോൾ ഇത്ര അധികം കാറ്റ് കൂടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഞാനും മമ്മിയും കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ ഞാനും അമ്മയും കുറച്ചും കൂടി ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു. എന്നാൽ അത്യാവശ്യത്തിന് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയും തണുത്തിട്ട് ആൾക്കാർക്കൊക്കെ വട്ടാണോ ഇവിടെ ഇങ്ങനെ സ്ഥലം കണ്ട് നിൽക്കാന്ന്. പക്ഷെ ഞങ്ങളും അങ്ങനെ നടന്നായിരുന്നു കുറച്ചു നേരം. പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റാ, തണുത്തിട്ട് വയ്യ. ഞാൻ വേണമെങ്കിൽ മര്യാദക്ക് ജാക്കറ്റും എടുത്തില്ല. ഭാഗ്യത്തിന് മമ്മി നല്ല ജാക്കറ്റ് എടുത്തോണ്ട് മമ്മിക്ക് അത്ര തണുക്കണില്ല. എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്. എന്റെ മുടി കണ്ടറിഞ്ഞൂടെ എത്ര കാറ്റുണ്ടെന്ന്. തണുത്തിട്ട് വയ്യ. എന്റെ മമ്മിക്ക് തണുക്കുണ്ടെന്നാണ് മമ്മി പറയുന്നത്. എനിക്ക് വയ്യ. വ്യൂ നല്ല ഭംഗിയാ കാണാൻ. തണുത്തിട്ടായാലും കുറേ നേരം ഞങ്ങൾ അതുകൂടെയൊക്കെ നടന്നു. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയും ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും പറ്റാണ്ടായി. തണുപ്പുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങി സൺസെറ്റൊക്കെ കാണാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞങ്ങൾ അവിടെ കയറിയത്. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു ഷ്രഗ് മാത്രമേ ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല മമ്മീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു വേറൊരു റെസ്റ്റോറൻറ്റിൽ. കാരണം പുറത്ത് തണുത്തിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് പറ്റുണ്ടായിരുന്നില്ല തണുത്തിട്ട്. അതുകൊണ്ട് അവസാനം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അടുത്തുള്ള ഇവിടെ തന്നെ കുറേ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഈ ബീച്ച് സൈഡിലല്ല. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ലൈക്ക് തണുത്തിട്ട് ഓടിപ്പോവാൻ തോന്നുമായിരുന്നു. എന്തായാലും സൺസെറ്റൊക്കെ ലേറ്റ് ആയതുകൊണ്ട് സൺസെറ്റ് ചെയ്തില്ലെങ്കിലും ഡിന്നർ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മമ്മി വിചാരിച്ചു എന്തായാലും അപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു പിzzയാണ് ഓർഡർ ചെയ്തത്. അല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഓർഡർ ചെയ്തൊന്നുമില്ല. ജസ്റ്റ് ആ പിzzയൊക്കെ കഴിച്ചു. നല്ല പിzzയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ പ്ലേസിൻ്റെ പേര് ബീച്ച് കോംബർ കഫേ എന്നാണ്. നല്ലൊരു പ്ലേസ് ആയിരുന്നു. നമുക്ക് പുറത്തിരുന്നിട്ടും വേണമെങ്കിൽ കഴിക്കാം. പിന്നെ കാറ്റുകൊണ്ടാണല്ലോ അകത്ത് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് പോകാൻ നിന്നില്ല. ഫുഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും കാറ്റിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി വേറൊരു ദിവസം വന്ന് ബീച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്ന്. എന്നിട്ട് ഞങ്ങൾ വേറൊരു ദിവസം പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണണേ. അപ്പോൾ അത്രയുള്ള വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.